ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാ നല്ല കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയേറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലോട്ട് പോകാം. അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏതാണ് എന്നായിരുന്നു. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയാവുന്നു. രണ്ടാമത്തെ ചോദ്യം, ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ എത്ര അധ്യായം ഉണ്ട് എന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 50 അധ്യായങ്ങളാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എന്നായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 1515 വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട് എന്നാണ് നാലാമത്തെ ചോദ്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ 149 ചോദ്യങ്ങളുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്നായിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര പ്രവചനങ്ങൾ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര പ്രവചനങ്ങൾ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ വലിയ അധ്യായം ഏതാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ വലിയ അധ്യായം ഏതാകുന്നു. മൂന്നാമത്തെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിലെ ചെറിയ അധ്യായം ഏതാകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ചെറിയ അധ്യായം ഏതാകുന്നു. അടുത്ത ചോദ്യം, ഭൂമിയിൽ വെള്ളത്തിൽ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്. ഭൂമിയിൽ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്. അടുത്ത ചോദ്യം, ആഴത്തിന്മീതെ എന്താണ് ഉണ്ടായിരുന്നത്. ആഴത്തിന്മീതെ എന്താണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യം കൽപ്പിച്ച വാക്കേത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യം കൽപ്പിച്ച വാക്കേത്. അടുത്ത ചോദ്യം, നല്ലത് എന്ന് ദൈവം കണ്ട ആദ്യ പ്രതിഭാസം ഏത്. നല്ലത് എന്ന് ദൈവം കണ്ട ആദ്യ പ്രതിഭാസം എന്ത്. മെസ്സേജ് ചെയ്യുക. 1ഉം 2ഉം വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും.